നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് ഇപ്പോൾ SFIOയുടെ കുറ്റപത്രം വരുന്നത്. അതിലെ നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. വായ്പാ തുക വകമാറ്റി വീണ ക്രമക്കേട് കാട്ടി എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വീണ വിജയൻ കടമായി 50 ലക്ഷം രൂപ വാങ്ങിയെന്നും CMRL നിന്ന് പ്രതിമാസം ലഭിച്ച പണം ഉപയോഗിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. എന്തായാലും CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 25 ലക്ഷം രൂപ വീതം 2 തവണയായിട്ടാണ് വീണ കടം വാങ്ങിയത്. CMRL ഉടമ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഇത് എന്നാണ് അറിയാൻ കഴിയുന്നത്. CMRLൽ നിന്ന് വീണയ്ക്കും എക്സാലോജിക്കലിനും പ്രതിമാസം കിട്ടിയത് 8 ലക്ഷം രൂപയാണ്. CMRൽ നിന്ന് കിട്ടിയ ഈ പണം എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലെ ലോൺ തുക തിരികെ അടയ്ക്കാൻ വീണ ഉപയോഗിച്ചു എന്ന ചില നിർണായകമായ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 4 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ചെയ്യാത്ത സേവനത്തിലാണ് CMRലിൽ നിന്ന് വീണ പണം വാങ്ങിയത്. ഇങ്ങനെ കിട്ടിയ പണമാണ് ശശിധരൻ കർത്തയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റി നൽകിയത്. ഇതുവഴി സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള CMRലിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നും SFIO റിപ്പോർട്ടിൽ പറയുകയാണ്. വീണയ്ക്കെതിരെ ഗുരുതരമായ ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിന്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം CMRL എക്സാലോജിക് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഹൈക്കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. രേഖകളുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ഹർജിയിലാണ് നോട്ടീസ്. മാധ്യമപ്രവർത്തകനായ MR അജയന്റെ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഇത്തരം ഒരു നടപടി സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ നിർണായകമായ ചില കണ്ടെത്തലുകൾ, ഗുരുതരമായ ചില ആരോപണങ്ങൾ ആണ് വീണ വിജയന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്.